Okay, the figure shows a single spindle automatic lathe. Figure shows a single spindle automatic lathe. അപ്പോൾ ഇതാണ് സിംഗിൾ സ്പിൻഡിൽ ഓട്ടോമാറ്റിക് ലേത്തിൻ്റെ ഫിഗർ. ഈ ചിത്രമാണ് നിങ്ങൾ എക്സാമിന് വരക്കേണ്ടത്. സിംഗിൾ സ്പിൻഡിൽ ഓട്ടോമാറ്റിക് ലേത്തിൻ്റെ ഫിഗർ. ഓക്കെ, അതിൻ്റെ 3D വ്യൂ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സിംഗിൾ സ്പിൻഡിൽ ഇത് വരക്കേണ്ട ആവശ്യമില്ല, 2D ആണ് വരക്കേണ്ടത്. ഓക്കെ, ഹെഡ് സ്റ്റോക്ക് സിംഗിൾ സ്പിൻഡിൽ കാണാൻ പറ്റും, അതിന് ചുറ്റും ടൂള് കാണാൻ പറ്റും, ടൂള് സ്ലൈഡ് ചെയ്യും, വർക്ക് പീസ് ഇതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നോക്കാം. സിംഗിൾ സ്പിൻഡിൽ ഓട്ടോമാറ്റിക് ലേത്ത് ഈസ് ദി മോഡിഫിക്കേഷൻ ഓഫ് ടർക്ക് ലേത്ത്. ഇൻ ദിസ് ദ ക്രോസ് ലൈറ്റ്സ് ആർ ഓപ്പറേറ്റഡ് ബൈ ക്യാംസ്. ഇവിടെ ഉണ്ടല്ലോ, എന്താണ് ക്രോസ് ലൈറ്റ്. ഈ ക്രോസ് ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇവിടെയുള്ള ക്യാമ്പിൽ, ഈ ക്യാം ഷാഫ്റ്റിന് മേലെ ക്യാം ഉണ്ടാവും. ആ ക്യാമിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് ക്രോസ് ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. These cams are mounted over the camshaft. The tool used on cross lights usually form tools. The tools are used in turret maybe. ഇതാണ് ഇവിടെ ഒരു സ്ക്വയർ ടററ്റ് കാണാൻ പറ്റും. ഇവിടെ ഉപയോഗിക്കുന്ന ടൂൾസ് ഏതൊക്കെയാണ്? The tools are used in turret. Maybe turning tool, drilling tool, etc. So figure shows the single spindle automatic lathe. The lathe has a geared headstock. ഇതാണ് headstock. It has a geared headstock. At the end of the bed, a square turret is provided. The travel of the turret slide is controlled by cam drum C. The travel of the turret, ഈ ടററ്റിൻ്റെ മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യുന്നത് ഇവിടെയുള്ള ക്യാം ആണ്. ക്യാം ഡ്രം ഉപയോഗിച്ചിട്ടാണ് ഈ മൂവ്മെൻറ്റ് ഓഫ് ദി ടററ്റ് കൺട്രോൾ ചെയ്യുന്നത്. The movement of the tool feeding onto the workpiece, the movement of tool feeding into the workpiece, അതേമാതിരി the movement of tool feeding, the movement of tooling away from the workpiece, in order to withdraw. The movement of tool feeding into the workpiece, withdrawn, indexing of tool to the next position can be accomplished by with the help of drum, with the help of this cam drum D. ഇത് C ആണ്, ഇത് D. With the help of this cam drum, ടൂളിനെ നമുക്ക് വർക്ക് പീസിലേക്ക് ഫീഡ് ചെയ്യാനും ആഫ്റ്റർ ഫിനിഷിംഗ് ഓപ്പറേഷൻ ആ ടൂളിനെ ഇങ്ങോട്ടേക്ക് വിഡ്രോ ചെയ്യാനും പിന്നെ ആ വർക്ക് പീസിനെ മാറ്റിയിട്ട് ആ ടൂളിനെ മാറ്റിയിട്ട് വേറൊരു ടൂള് ആ സ്ഥലത്തേക്ക് വരണമല്ലോ, ആ പ്ലേസിലേക്ക്, അതിനെ ആ ഇൻഡെക്സിങ് ചെയ്യാനും ഇതൊക്കെ അക്കംപ്ലിഷ് ചെയ്യിക്കുന്നത് വിത്ത് ഹെൽപ്പ് ഓഫ് ക്യാം ഡ്രം ഡിയുടെ ഹെൽപ്പോട് കൂടിയാണ്. ഓക്കെ, അത്രയും ഇത് വളരെ ചുരുക്കിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്ര മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. അപ്പോൾ ഈ ഫിഗർ വരക്കുക കൃത്യമായിട്ട്, എന്നിട്ട് ഈ പറഞ്ഞ ഇത്രയും പോയിന്റ്സ് മാത്രം എഴുതിയാൽ മതി. കുറേയെല്ലാം ഞാൻ സ്കിപ്പ് ചെയ്തതിന് ഇത്രയും ചുരുക്കിയിട്ട് എഴുതിയാൽ മാത്രം മതി. ഫുൾ മാർക്ക് കിട്ടും. കാരണം 10 മാർക്കിന് ചോദിക്കില്ല, 8 മാർക്ക് 7 മാർക്ക് അങ്ങനെ ചോദിക്കുക. ഓക്കെ, next, the following types of single spindle automatic lathe are automatic cutting off machine, automatic screw cutting machine, Swiss type automatic screw machine. ഓക്കെ, ഇതിൽ സ്വിസ് ടൈപ്പ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് എക്സാമിന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റനാണ്. അപ്പോൾ എനിക്കൊന്ന് ഇപ്രാവശ്യം ചിലപ്പം ഓട്ടോമാറ്റിക് സ്ക്രൂ കട്ടിങ് ചോദിക്കാനാണ് ചാൻസ്. കാരണം സ്വിസ് ടൈപ്പ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത് കൊണ്ട് മേ ബി ഈ പ്രാവശ്യം സ്കിപ്പ് ചെയ്യാം, ചിലപ്പോൾ സ്വിസ് ടൈപ്പ് തന്നെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക് കട്ടിംഗ് ഓഫ് മെഷീൻ, ഓട്ടോമാറ്റിക് സ്ക്രൂ കട്ടിംഗ് മെഷീൻ, സ്വിസ് ടൈപ്പ് ഓട്ടോമാറ്റിക് സ്ക്രൂ മെഷീൻ. അതിൽ ഫസ്റ്റേറ്റാണ് ഓട്ടോമാറ്റിക് കട്ടിംഗ് ഓഫ് മെഷീൻ. ഓട്ടോമാറ്റിക് കട്ടിംഗ് ഓഫ് മെഷീൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഫിഗറാണ് വരയ്ക്കേണ്ടത്. ഈ കാണുന്ന ചെറിയ ഫിഗർ ഇത് മാത്രം വരച്ചാൽ മതി. ഇതാണ് ഓട്ടോമാറ്റിക് കട്ടിംഗ് ഓഫ് മെഷീൻ്റെ ഫിഗർ. കണ്ടില്ലേ? അവിടെ ഹെഡ് സ്റ്റോക്ക്, സ്പിൻഡിൽ, അതേമാതിരി രണ്ട് ക്രോസ് ലൈഡ് ഉണ്ടാവും. സ്പിൻഡിലിൻ്റെ മുന്നിലും പിറകിലും ഉണ്ടാവും. മുന്നിലുള്ളത് ഫ്രണ്ട് ക്രോസ് ലൈഡും പിറകിലുള്ളത് റിയർ ക്രോസ് ലൈഡ് എന്നും അറിയപ്പെടും. ഓക്കെ, ഇപ്പോൾ ഫോമിങ് ടൂളൊക്കെ പ്ലേസ് ചെയ്യുന്നത് ഫ്രണ്ടിലും ഉള്ള ടൂളിലും, അതേമാതിരി പാർട്ടിങ് ഓഫ് ടൂളൊക്കെ പ്ലേസ് ചെയ്യുന്നത് റിയർ ക്രോസ് ലൈഡിലോ ആണ്. ഈ ചിത്രം മാത്രം വരച്ചാൽ മതി. ഇത് പാർട്ടാണ് ഇത് സിമ്പിൾ പാർട്സ് മെഷീൻ്റെ ഓഫ് കട്ടിംഗ് സ്ക്രൂ മെഷീനെ കൊണ്ട് ഉണ്ടാക്കുന്ന പാർട്സ്. അത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ ചിത്രം മാത്രം ഒന്ന് വരച്ച് പഠിക്കുക. ഓക്കെ, ഇത് ജസ്റ്റ് ഇതിൻ്റെ എക്സ്പ്ലനേഷനാണ്. Automatic cutting of machine. These machines are simple in design and it is very compact in size. They are used for producing large quantities of smaller diameter and short length parts. The components of simple shapes are produced in this machine.
The principle of automatic cutting of machine is shown in the figure. ഇതാണ് നമ്മുടെ ഫിഗർ. ഓക്കെ. These machines are simple in design and it is very compact in size. They are used for producing large quantities of smaller diameter and shorter length parts. The component of simple shapes are produced in this machine. The principle of automatic cutting of machine is shown in the figure. In this machine, the headstock with the spindle is mounted on the bed. അതൊക്കെ നമ്മൾ മുന്നേ പഠിക്കുന്ന ലേറ്റിലുള്ള പോലെ തന്നെ ദി ഹെഡ്സ്റ്റോക്ക് വിത്ത് സ്പിൻഡിൽ അതെവിടെ ഉണ്ടാവുക, ബെഡിലുണ്ടാവുക, ഈസ് മൗണ്ടഡ് ഓൺ ദി ബെഡ്. Two cross lights are located on the bed, one at the front of the spindle and another at the rear end of the spindle. It is very clear. Cross light tools, ഇതിന് പറഞ്ഞ ക്രോസ് ലൈറ്റ് ടൂൾസ്, ക്രോസ് ലൈറ്റിൻ്റെ ടൂൾസ് ഉണ്ടാവും, which is used to perform operations like forming, facing, chamfering, etc. Okay, it consists of a bar stock which is held in a collet chuck. ഇതാണ് വർക്ക് പീസ്, ബാർ സ്റ്റോക്ക് വിച്ച് ഈസ് ഹെൽഡ് ഇൻ എ കോളറ്റ് ചക്ക്. ഓക്കെ, ചക്ക് എവിടെ ഉണ്ടാവുക, ഹെഡ് സ്റ്റോക്കിൻ്റെ ഇവിടെ ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ബാർ സ്റ്റോക്ക്, ഒരു മെറ്റൽ ബാർ വിച്ച് ഈസ് ഹെൽഡ് ഇൻ എ കോളറ്റ് ചക്ക്. ബാർ ഫീഡിംഗ് ഈസ് ഡൺ ബൈ ക്യാം മെക്കാനിസം. ഈ ക്യാം മെക്കാനിസത്തിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് ബാർ ഫീഡിങ് ചെയ്യാം. ഇൻ ഫിഗർ ദർ ഈസ് എ ബെൽ ക്യാം. ഈ ഫിഗറിൽ ഒരു ബെൽ ക്യാം ഉണ്ട് വിച്ച് കൺട്രോൾസ് ദി സ്ലൈഡിങ് മൂവ്മെൻറ്റ് ഓഫ് ദി ഹെഡ് സ്റ്റോക്ക്. ആ ഹെഡ് സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് മുന്നിലേക്കും പിറകിലേക്കൊക്കെ ആ മോഷൻ ഉണ്ടല്ലോ, ആ മോഷനെ കൺട്രോൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, ഈ ബെൽ ക്യാമിൻ്റെ ഹെൽപ്പോട് കൂടിയാണ്. ബെൽ ക്യാം വിച്ച് ഈസ് പ്രൊവൈഡ് ഓവർ ദി ക്യാം ഷാഫ്റ്റ്. ബെൽ ക്യാം വിച്ച് ഈസ് പ്രൊവൈഡ് ഓവർ ദി ക്യാം ഷാഫ്റ്റ്. ഇത്രയും മാത്രം ബ്രീഫായിട്ട് എഴുതിയാൽ മതി. 7 മാർക്കിന് ചോദിക്കുക, അല്ലെങ്കിൽ 6 മാർക്കിന്. അപ്പോൾ 6 മാർക്കിന് ഇത്രയും എഴുതുന്ന ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ 4 മാർക്ക് ഫിഗറിന് കിട്ടും, 2 മാർക്ക് എക്സ്പ്ലനേഷൻ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് എക്സ്പ്ലനേഷൻ ഞാൻ കഴിവതും വളരെ ചുരുക്കിയിട്ട് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നതാണ് സ്വിസ് ടൈപ്പ് ഓട്ടോമാറ്റിക് ലേറ്റ്. സ്വിസ് ടൈപ്പ് ഓട്ടോമാറ്റിക് ലേറ്റ് അല്ലെങ്കിൽ സ്വിസ് ടൈപ്പ് സ്ക്രൂ കട്ടിംഗ് മെഷീൻ എന്ന് പറയും. അതിൻ്റെ ഫിഗറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, ഈ ചിത്രം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്വിസ് ടൈപ്പ് ഓട്ടോമാറ്റിക് സ്ക്രൂ കട്ടിംഗ് ലേറ്റ്. അതിൽ 6 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റൻ ആയത്. ഈ ഫിഗർ വരക്കണം. ഹിയർ ദ ഹെഡ് സ്റ്റോക്ക് ഈസ് ഹെൽഡ് ഇൻ എ കോളറ്റ് ചക്ക്. ഹിയർ ദി ബാർ സ്റ്റോക്ക് ഈസ് ഹെൽഡ് ഇൻ എ കോളറ്റ് ചക്ക്. ഇവിടെ ബാർ സ്റ്റോക്ക് ഇവിടെ കാണുന്നുണ്ട്. ആ ബാർ സ്റ്റോക്ക് ഇവിടെയുള്ള ഈ കോളറ്റ് ചക്കിനകത്തുണ്ട്. ഓക്കെ, ഓൾ ദി ലോഞ്ചിറ്റ്യൂഡിനൽ ഫീഡ്സ് ആർ അക്കംപ്ലിഷ്ഡ് ബൈ ക്യാം ദാറ്റ് പ്രൊവൈഡ്സ് ദ ഹെഡ് സ്റ്റോക്ക് ഫോർവേഡ് ആൻഡ് ബാക്ക്വേഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഈ ക്യാം ഷാഫ്റ്റ്, ഈ ബെൽ ക്യാം ഉണ്ടല്ലോ, ഈ ബെൽ ക്യാമിൻ്റെ ഹെൽപ്പോട് കൂടി നമുക്ക് ഹെഡ് സ്റ്റോക്കിനെ മുന്നോട്ടേക്കും പിറകോട്ടേക്കും നമുക്ക് മൂവ് ചെയ്യാം ബേസ്ഡ് ഓൺ അവർ റിക്വയർമെൻറ്റ്. ദി ഹെഡ് സ്റ്റോക്ക് സ്ലൈഡ്സ് അലോങ് ദി ബെഡ് ബേസ് വിത്ത് റൊട്ടേറ്റിംഗ് ബാർ സ്റ്റോക്ക്. അപ്പോൾ ബാർ സ്റ്റോക്ക് ഇങ്ങനെ കിടന്ന് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുന്നു, അതേസമയം തന്നെ നമുക്ക് ഹെഡ് സ്റ്റോക്കിനെ മുന്നോട്ടേക്കും പിറകിലേക്കും നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ദി ഹെഡ് സ്റ്റോക്ക് സ്ലൈഡ്സ് അലോങ് ദി ബെഡ് ബേസ്. ബെഡ് മനസ്സിലായല്ലോ, ഇതാണ് ബെഡ്. സ്ലൈഡ്സ് അലോങ് ദി ബെഡ് ബേസ് with a rotating bar stock. The headstock movement give a longitudinal feed to the workpiece. Okay, the headstock slides along the bed base with a rotating bar stock. Here the bar stock is held in a collet chuck. All the longitudinal feeds are accomplished by cam that moves the headstock forward and backward. The headstock slides along the bed base with a rotating bar stock. The headstock movement give a longitudinal feed to the workpiece and tool slides remove the material from the workpiece. അപ്പോൾ ഇവിടെയാണ് ടൂൾ ബ്രാക്കറ്റ്. ഈ ടൂൾ ബ്രാക്കറ്റ് ഇവിടെ ടൂൾസ് ഉണ്ടാവും. അപ്പോൾ ഇതിനെന്ത് ചെയ്യും, ഇത് ഇങ്ങോട്ടേക്ക് മുന്നോട്ടേക്ക് വന്നിട്ട് ഈ വർക്ക് പീസ് എന്ത് ചെയ്യും, ഇവിടെ എത്തുന്ന സമയത്ത് ഈ ടൂൾ ബ്രാക്കറ്റിലുള്ള ടൂളിൻ്റെ ഹെൽപ്പോട് കൂടി നമുക്ക് എന്ത് ചെയ്യും, ഈ വർക്ക് പീസിൻ്റെ മേലെ മെഷീനിങ് ചെയ്യും. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത്. Okay. In the single point tool used on this machine are placed radially around the workpiece. അത് ഇതേമാതിരി നമ്മൾ നേരത്തെ പറഞ്ഞ ഈ 3D ഫിഗർ ഉണ്ടല്ലോ, ഇതേമാതിരി റേഡിയലി അറൗണ്ട് ദി വർക്ക് പീസ്. ഓക്കെ, the single point tool used on this machine are placed radially around the workpiece.
After the workpiece is machined, the headstock slides back to the original position. After the workpiece is machined, the headstock slides back to the original position with the help of bell cam. This type of automatic lathe is used for making wrist watches. WRIST, wrist watches. The main important parts are sliding headstock, tool bracket. Well, that is ആവശ്യമില്ല. ഇനി ആൾക്കാർ ഇത്രയും മതി. ഇത് നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. ഓക്കെ. അതിനകത്ത് ലാസ്റ്റ് സിംഗിൾ സ്പിൻഡിൽ ഓട്ടോമാറ്റിക് സ്ക്രൂ കട്ടിംഗ് മെഷീൻ. സിംഗിൾ സ്പിൻഡിൽ ഓട്ടോമാറ്റിക് സ്ക്രൂ കട്ടിംഗ് മെഷീൻ. ഇതാണ് ഇതിൻ്റെ ഫിഗർ. സിംഗിൾ സ്പിൻഡിൽ ഓട്ടോമാറ്റിക് സ്ക്രൂ കട്ടിംഗ് മെഷീൻ്റെ ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഫിഗർ ഷോസ് സിംഗിൾ സ്പിൻഡിൽ ഓട്ടോമാറ്റിക് സ്ക്രൂ കട്ടിംഗ് മെഷീൻ. ഓക്കെ. ഇതിൻ്റെ ഫിഗർ ഞാൻ ഫോട്ടോ എടുത്തിട്ട് വാട്സപ്പിൽ ഇടും, അപ്പം നോക്കണം. ആ ചിത്രം നോക്കുക, ചിത്രത്തിലുള്ളതുപോലെ അങ്ങോട്ട് എഴുതുക, അത്രയേ ഉള്ളൂ. ഇൻ ദിസ് മെഷീൻ ദ ഹെഡ് സ്റ്റോക്ക് ഈസ് സ്റ്റേഷനറി. മറ്റൊരുപോലെ എന്താ, ഹിയർ ദ ഹെഡ് സ്റ്റോക്ക് ഈസ് സ്റ്റേഷനറി. ദി ബാർ സ്റ്റോക്ക് ഈസ് ഹെൽഡ് ഇൻ എ ചക്ക്. A camshaft is mounted at the front of the machine. Okay, camshaft ഇവിടെ കാണാൻ പറ്റും. At the front of the machine. A camshaft ഇവിടെ at the front of the machine നമുക്ക് camshaft കാണാം. In this machine, the headstock is stationary. The bar stock is held in a chuck. A camshaft is mounted at the front of the machine. It carries 3 plate cams. It carries 3 plate cams. ഇവിടെ കാണാൻ പറ്റും. Plate 1, 2, 3. It carries 3 plate cams. These plate cams control the movement of the cross slide. Cross slide is the movement in the control in plate cams. These plate cams control the movement of the cross slide. A turret head slide travel is controlled by lead cam. ഈ അറ്റത്ത് നമുക്കൊരു ടറത്ത് ഹെഡ് കാണാൻ പറ്റും, കണ്ടോ സംഗതി. ടററ്റ്. അപ്പോൾ അതാ പറയുന്നത്, ആ ടറത്തിൻ്റെ മൂവ്മെൻ്റ് ഉണ്ടല്ലോ, ആ ടറത്ത് ഹെഡിൻ്റെ മൂവ്മെൻറ്റ് it can be controlled by with the help of a lead cam. ഇതാണ് ഇവിടെ കാണിക്കുന്നത്, ഇതാണ് ലീഡ് ക്യാം. ലീഡ് ക്യാം, ഈ ലീഡ് ക്യാമിൻ്റെ ഹെൽപ്പോട് കൂടി നമുക്ക് ഇതിൻ്റെ മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യാം. The turret head is rotated about the horizontal axis. The lead cam gives a slow forward motion and fast return movement to the turret slide. അപ്പോൾ ടറത്ത് സ്ലൈഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, മുന്നോട്ടേക്കും ബാക്കോട്ടേക്കും മൂവ് ചെയ്യുന്നുണ്ട്. സോ ലീഡ് ക്യാമിൻ്റെ ഹെൽപ്പോട് കൂടി നമുക്കൊരു സ്ലോ മോഷൻ ഫോർവേഡിലേക്കും ഫാസ്റ്റ് മോഷൻ ബാക്ക്വേർഡിലേക്കും സാധ്യമാക്കുന്നു. ഓൾ ദ ഓപ്പറേഷൻസ് സച്ച് ആസ് ടേണിംഗ്, ഡ്രില്ലിംഗ്, ബോറിംഗ്, ത്രെഡിംഗ്, റീമിംഗ്, സ്പോട്ട് ഫേസിംഗ്, നർലിംഗ് can be performed onto this machine. Special attachments also available to perform. ഇപ്പോൾ സ്ലോട്ടിംഗ് വർക്കൊക്കെ ചെയ്യണമെങ്കിൽ നമുക്കൊരു സ്പെഷ്യൽ ടൂൾസും കാര്യങ്ങളൊക്കെ വെക്കേണ്ടി വരും അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനുള്ള പ്രൊവിഷൻസ് കൂടി ആ ടർത്ത് ഹെഡ് ഉള്ളത് കൊണ്ട് അതിൽ പറ്റും എന്നാണ് പറയുന്നത്. സ്പെഷ്യൽ അറ്റാച്ച്മെൻ്റ് എന്നാണ് പറയുക അതിന്. ഓക്കെ, അത് എക്സ്ട്രാ ആയിട്ടുള്ള ഒരു എക്യുപ്മെൻറ്റ്സ് അതിനെ മേലെ ഘടിപ്പിക്കും. എക്സ്ട്രാ ഒരു ഫിറ്റിങ്സ് അവിടെ പോസിബിൾ ആകുന്ന അർത്ഥത്തിലാണ്. Special attachment also available to perform slotting work. In this machine, any type of bar stock such as round ആയിക്കോട്ടെ, square, hexagonal, ഇതൊക്കെ വെക്കാൻ പറ്റും. In this machine, any type of bar stock such as round, square, hexagonal can be machined. Okay. അപ്പോൾ ഒന്നുകൂടി പറയാം, ബ്ലേഡായി പോയിട്ടുണ്ട്. In this machine, the headstock is stationary. The bar stock is held in a chuck. A camshaft is mounted at the front of the machine. It carries 3 plate cams. These plate cams control the movement of the cross slide. A turret head slide travel is controlled by lead cam. The turret head is rotated about the horizontal axis. The lead cam gives a slowed forward motion and fast return movement to the turret slide. All the operations such as turning, drilling, boring, threading, reaming, spot facing, knurling can be performed onto the machine. Special attachments also available to perform slotting work. In this machine, any type of bar stock such as round, square, hexagonal, etc. can be machined. Okay? അപ്പോൾ ഇതോടുകൂടി 5th module കംപ്ലീറ്റ് ആയി. താങ്ക് യു. അപ്പോൾ അതിന് മുന്നേ ഞാൻ ജസ്റ്റ് ഫിഗേഴ്സ് കാണിച്ചു തരാം. ആ ഫിഗർ നിങ്ങൾ പഠിക്കണം എക്സാമിന് കിടക്കുമ്പോൾ.
ഓക്കെ, അപ്പോൾ ഇവിടെ കാണാൻ പറ്റും. ഇതാണ് എന്തെന്ന്, ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞ സിംഗിൾ സ്പിൻഡിൽ ഓട്ടോമാറ്റിക് ലൈറ്റ്. അതിൻ്റെ ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഗിയർഡ് ഹെഡ് സ്റ്റോക്ക്, ഫ്രണ്ട് ആൻഡ് റിയർ ക്രോസ് ലൈഡ്, ഫ്രണ്ടിൽ പിറകിലുണ്ടാവും, സ്ക്വയർ ടററ്റ്, പിന്നെ ക്യാം ഡ്രം സി, ക്യാം ഡ്രം ഡി, പിന്നെ ഡ്രമ്മ് കാണാൻ പറ്റും, ചക്ക്, ക്യാം ഷാഫ്റ്റ്. ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. ഞാനീ പറഞ്ഞത് മാത്രം ആ ചിത്രം വരച്ചിട്ട് അത്രയും എഴുതിയാൽ മതി. പിന്നെ അതിൻ്റെ 3 ഡയമെൻഷണൽ വ്യൂ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 3D വ്യൂ ഓഫ് സിംഗിൾ സ്പിൻഡിൽ ഓട്ടോമാറ്റിക് ലൈറ്റ്. കണ്ടില്ല, സ്പിൻഡിൽ, ഹെഡ് സ്റ്റോക്ക്, ടൂൾ സ്ലൈഡ്, വർക്ക് പീസിൻ്റെ ചുറ്റുമായിട്ട് ടൂൾ സ്ലൈഡ് കാണാൻ പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതി. ഇനി അടുത്ത ഇതിൽ ഒന്നാമത്തെയാണ് ഓട്ടോമാറ്റിക് കട്ടിംഗ് ഓഫ് മെഷീൻ. അതിൻ്റെ ഫിഗറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ചിത്രം ഒന്ന് വരച്ചു പഠിക്കണം. ഹെഡ് സ്റ്റോക്ക്, സ്പിൻഡിൽ, ഫ്രണ്ടിൽ ഒരു ക്രോസ് ലൈഡ്, പിറകിൽ വേറൊരു ക്രോസ് ലൈഡ്. ആ ഫ്രണ്ടിലുള്ള ക്രോസ് ലൈഡിൻ്റെ മേലെ ഇന്ന ടൂൾസൊക്കെ ഉണ്ടാവും, പിറകിലത്തെ ക്രോസ് ലൈഡിൻ്റെ മേലെ ഇന്ന ടൂൾസൊക്കെ ഉണ്ടാവും. അതൊക്കെ എഴുതുക. ഓക്കെ, ഈ ചിത്രം വരച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള എക്സ്പ്ലനേഷൻ കൃത്യമായിട്ട് എഴുതുക. അത് കഴിഞ്ഞ് വരുന്നതാണ് എന്തെന്ന്, ഇത് സിംഗിൾ സ്പിൻഡിൽ ഓട്ടോമാറ്റിക് സ്ക്രൂ കട്ടിംഗ് മെഷീൻ. ഉണ്ടല്ലേ, അവിടെ 3 പ്ലേറ്റ്, ക്യാം ഷാഫ്റ്റ്, ലീഡ് ക്യാം, മോട്ടോർ, ബാർ സ്റ്റോക്ക്, ഹെഡ് സ്റ്റോക്ക്, ക്രോസ് ലൈഡ്, ടററ്റ് ആൻഡ് സ്ലൈഡ്. ഇത്രയും കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതി. ഞാൻ പറഞ്ഞ ഈ ചിത്രം വരച്ചിട്ട് ഇത്രയും പോയിൻറ്റ്സ്, ഇത്രയും മാത്രം എഴുതിയാൽ മതി പാർട്സ്. ഇനി ലാസ്റ്റിലത്തെ വരുന്നതാണ് എന്തെന്ന്, സ്വിച്ച് ടൈപ്പ് ഓട്ടോമാറ്റിക് ലൈറ്റ്. കണ്ടോ, അതാണ് സ്വിച്ച് ടൈപ്പ് ഓട്ടോമാറ്റിക് ലൈറ്റിൻ്റെ ഫിഗർ ഇത്. ഓക്കെ, ടൂൾ ബ്രാക്കറ്റ്, ഫീഡ്, പ്ലേറ്റ് ക്യാംസ്. ഓക്കെ, ബെൽക്യാമിൻ്റെ സഹായത്തോടു കൂടി ഹെഡ് സ്റ്റോക്ക് മുന്നോട്ടേക്കും പിറകോട്ടേക്കും പോകുന്നു. ഇന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതുക. ഇത് മറ്റേ ടൂൾ ബ്രാക്കറ്റ്, അത് നമ്മൾ പറഞ്ഞല്ലോ, സിംഗിൾ സ്പിൻഡിൽ ഓട്ടോമാറ്റിക് ലൈറ്റിൻ്റെ ഒരു സ്പിൻഡിലുണ്ടാവും. സ്പിൻഡിൻ്റെ സറൗണ്ടിങ്സ് ആയിട്ട് കംപ്ലീറ്റ് സ്പിൻഡിൻ്റെ സറൗണ്ടിങ്സ് ആയിട്ട് ടൂൾ സ്ലൈഡ് ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലോ. ആ ടൂൾ സ്ലൈഡിൻ്റെ ഫിഗറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കണ്ടോ, ഇങ്ങനെ ടൂൾസ് ഉണ്ടാവും. അതിങ്ങനെ മൂവ് ചെയ്തിട്ട് ഈ വർക്ക് പീസിനെ ഫിനിഷിങ് ചെയ്യുക. ഓക്കെ, ഒരു ക്യാം മെക്കാനിസമാണത്. ആ ക്യാം മെക്കാനിസത്തിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് ഇതിങ്ങനെ മൂവ് ചെയ്യുന്നത്. നമ്മൾ IC എഞ്ചിനെല്ലാം കാണുന്നില്ലേ, ക്യാമിൻ്റെ ഹെൽപ്പോട് കൂടി ഇൻലെറ്റ് വാൽവും എക്സോസ്റ്റ് വാൽവും ഓപ്പണും ക്ലോസും ചെയ്യുന്നില്ല, അതേമാതിരിയാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.